ഇതൊക്കെയാണ് ഫ്രെയിം. അനുമോളും ജിസേലും ഒരുമിച്ച് കട്ടിലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ലൈവിൽ കാണുന്നത്. അനുമോൾ എന്ത് ചെയ്യുന്നോ അതുപോലെ തന്നെ ജിസേലും ചെയ്യണം. അപ്പോൾ ആദ്യമൊക്കെ കുറേ ജിസേലിനെ കുറേ വട്ടം കറക്കി, ചൂല് വെച്ച് കുറേ നിലമടിച്ചു, തവളച്ചാട്ടം കളിച്ചു, മലയാളം കുറേ വായിച്ചു, ഫ്രിഡ്ജിൽ നിന്ന് ആപ്പിൾ എടുത്ത് വായി കുത്തിക്കയറ്റി. ഇപ്പോൾ അവസാനം അനുമോൾ ടയേർഡായിട്ട് അവസാനം കട്ടിലിൽ വന്ന് കിടന്നു. ടാസ്കൊക്കെ മടുത്തിട്ട് വന്ന് കിടന്നതാണ്. പക്ഷേ ടാസ്ക് അവസാനിപ്പിക്കാൻ ബിഗ് ബോസ് പറഞ്ഞില്ല. അതുകൊണ്ട് ജിസേലും കൂടെ ചെല്ലുന്നു. ജിസേലും ഒടുവിൽ കിടക്കുന്നു. പുതപ്പ് മൂടി അനുവിനെ പയ്യെ കെട്ടിപ്പിടിച്ച് ജിസേൽ കിടക്കുവാണ്. അപ്പോൾ ഇത് തൊട്ടടുത്ത് നിന്ന് ഷാനവാസും അതുപോലെ തന്നെ ഒനിയിലും കാണുന്നുണ്ട്. അവർക്കിത് കണ്ടിട്ടാണ് ചിരി വന്നിട്ട് മേല. അവരും ഓൾറെഡി ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സെയിം ടാസ്ക് അവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുവും ജിസേലും പറയുന്നുണ്ട് നിങ്ങളൊന്ന് മീശ പിരിച്ചെന്ന് പറയുമ്പോഴത്തേനും ഷാനവാസ് മീശ പിരിക്കുമ്പോൾ അതുപോലെ തന്നെ ഒനിയിലും മീശ പിരിക്കുന്നുണ്ട്. ഒരേ ടാസ്ക് ചെയ്യുന്ന 2 പേര് തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസണിൽ 7 ടോം ആൻഡ് ജെറി കോംബോ എന്ന് പറയുന്നത് ഷാനവാസും അനീഷിനെക്കാളും കൂടുതൽ ടോം ആൻഡ് ജെറി എന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ജിസേലും അതുപോലെ തന്നെ അനുവുമാണെന്ന് തോന്നുന്നു. ഇവരെ എപ്പോഴും വഴക്കുണ്ടാക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ ബിഗ് ബോസ് ഇവരെ ഒന്നിപ്പിക്കും. വീണ്ടും വഴക്കുണ്ടാകും. വീണ്ടും ഇവരെ ഒന്നിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വഴികളായിട്ട് ബിഗ് ബോസ് വരും. ഈ ഒരു ടോം ആൻഡ് ജെറി കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.